പാലക്കാട് പൊള്ളാച്ചി പാതയിൽ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള റോഡിൻ്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഈ റൂട്ടിലുള്ള സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് നടക്കുകയാണ്. ഇന്നലെ ഈ റോഡിലെ കുഴിയിൽപ്പെട്ട് യുവാവ് മരണപ്പെട്ടിരുന്നു. റോഡ് നവീകരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് സമരം നടക്കുന്നത്. ജനകീയ സമിതി ഈ റോഡ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, റോഡ് തകർന്ന് ജീവനുകൾ നഷ്ടപ്പെടുന്നു. ഇന്നലെയും ഒരാൾ ഈ റോഡിൽ മരിച്ചു. ഇതേ തുടർന്നാണ് സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, ഇന്നലെയാണ് ഈ പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിലെ അത്തിക്കോട് എന്ന ഭാഗത്ത് വെച്ച് റോഡിലെ കുഴിയിൽപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഇരുചക്ര വാഹനം വെട്ടിച്ചതോടുകൂടി ലോറിക്കടിയിൽപ്പെട്ട് ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള സമരം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് നാട്ടുകാർ നടത്തിയത്. ഏകദേശം രാവിലെ 1.5 മണിക്കൂറോളം നേരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. തുടർന്ന് ഉടൻ തന്നെ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേൽ മാത്രമാണ് അവർ സമരത്തിൽ നിന്ന് പിന്മാറിയത്. അതേസമയം തന്നെ ഇതേ റൂട്ടിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായിട്ടും നാട്ടുകാർ പറയുന്നത് ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് എന്നുള്ളതാണ്. നിരവധി ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ കുഴിയുമായി കിടക്കുന്ന സാഹചര്യമാണ്. അപകടങ്ങൾ തുടർക്കഥയാണ്. ആളുകൾക്ക് നിരവധി തവണയായിട്ട് അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടാകുന്നു. എന്നിട്ടും അതിൽ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡിൻ്റെ നിർമ്മാണ ചുമതല കേരള റോഡ് ഫണ്ട് ബോർഡിനാണുള്ളത്. ഇരട്ടക്കുളം മുതൽ ഈ ഗോപാലപുരം വരെയുള്ള റോഡിൻ്റെ മുഴുവനും കുഴികളാണെന്നുള്ളതാണ്. ഏതായാലും ഈ കുഴികളും മറ്റും അടച്ച് ഇതിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ നടത്തുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ എല്ലാ റോഡുകളും ഗംഭീരമെന്ന വലിയ പരസ്യം സംസ്ഥാന സർക്കാർ നൽകുമ്പോഴാണ് ഇത്തരത്തിൽ റോഡിലെ കുഴിയിൽ വീണ യുവാവ് മരിക്കുന്നത്. അതേ തുടർന്നാണ് പാലക്കാട് ഇപ്പോൾ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.